പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഈശോയുടെ തിരുഹൃദയത്തിന്റെ ആ പ്രാർത്ഥനയിൽ നിന്നുള്ള ഓരോ കാര്യങ്ങളാണ് ഓരോ ആഴ്ചയിലും എടുത്തു പറയുന്നത്. എളിമ കൊണ്ട് നിറയട്ടെ, ശുദ്ധീകരിക്കട്ടെ, തിരുഹൃദയം ശക്തിപ്പെടുത്തട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. ഇതെല്ലാം കാര്യങ്ങളായി ഒരു പാരമ്പര്യമായി കർത്താവിന്റെ ആത്മ വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥനകളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഞായറാഴ്ചത്തെ അഭിഷേകാഗ്നി ശുശ്രൂഷ സംബന്ധിക്കുവാൻ കർത്താവ് പ്രത്യേകം നമ്മളെ വിളിച്ചത് എത്ര വലിയൊരു അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട സേവർക്ക വട്ടാരച്ചൻ്റെ ആശീർവാദവും പ്രാർത്ഥനയും സ്നേഹവും എല്ലാം നമ്മുടെ കൂടെയുണ്ട്. അതെല്ലാം ഓരോ ആഴ്ചയും നിങ്ങളെ അറിയിക്കുമ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകം നമുക്ക് ഓരോ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു പ്രേരണ തരുന്നുണ്ട്. അഭിഷേകാഗ്നി ശുശ്രൂഷയെ സംബന്ധിക്കുന്ന അനേകം കുടുംബങ്ങളിൽ കർത്താവ് ഒരുപാട് വിടുതലുകൾ നൽകുന്നുണ്ട്. നിങ്ങൾ അയക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അതെല്ലാം ദൈവത്തിന് നന്ദിയായി സമർപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് എല്ലാവർക്കും സാധിക്കുന്ന എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എന്തെങ്കിലും കിടപ്പരോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കുന്ന സ്ഥലത്ത് കിടന്നോ ഇരുന്നോ ഒക്കെ പ്രാർത്ഥന സംബന്ധിച്ചാൽ മതിയാവും. കർത്താവ് വലിയൊരു കൃപയുടെ ശുശ്രൂഷ കർത്താവ് നമുക്ക് തരും. നമുക്ക് ഇങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഉച്ചത്തിൽ നല്ല ഉണർവോടെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അവിടുന്ന് ആകാശം ചായ്ച്ച് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണമേ, വിടുതൽ നൽകണമേ, തിന്മയെ ശാസിക്കണമേ, രോഗത്തെ ബന്ധിക്കണമേ, തടസ്സങ്ങൾ നീക്കണമേ. ഉച്ചിതനായ ഈശോയെ, അവിടുന്ന് മഹത്വം പ്രകടിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തടസ്സങ്ങളിലും അവിടുന്ന് വഴി തുറക്കണമേ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശയ്യ പ്രവചനം 43-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവചനം. തടസ്സങ്ങൾ നീക്കുന്ന ദൈവമാണ് അവിടുന്ന്. ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ 1-2 തിരുവചനങ്ങൾ. അവൻ 12 പേരെ അടുത്ത് വിളിച്ച് സകല പിശാചുകളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗികളെ സുഖപ്പെടുത്താൻ ഈ വചനത്തിന്റെ അധികാരത്തിൽ കർത്താവേ, നാളുകളായി ഈ വ്യക്തികളെ കുടുംബങ്ങളെയോ ഏതെങ്കിലും പൈശാചിക പീഡകൾ അലട്ടുന്നുണ്ടെങ്കിൽ, രോഗപീഡകൾ അലട്ടുന്നുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ വട്ടാരച്ചന്റെ കൂട്ടായ്മയിൽ ശകിയോന്റെ അഗ്നി അഭിഷേകത്തിൽ ദുഷ്ടാരൂപികളെയും പൈശാചികളെയും രോഗപീഡകളെയും യേശുനാമത്തിൽ ബന്ധിക്കുന്ന വിട്ടൊഴിഞ്ഞ് നിപതിക്കട്ടെ. ഭൂലോകം നിർമ്മിച്ച ശക്തി, ഭൂതങ്ങൾ മാറ്റുന്ന ശക്തി, രോഗങ്ങൾ നീക്കുന്ന ശക്തി, മോചനമേകുന്ന ശക്തി. ഭൂലോകം നിർമ്മിച്ച ശക്തി, ഭൂതങ്ങൾ മാറ്റുന്ന ശക്തി, രോഗങ്ങൾ നീക്കുന്ന ശക്തി, മോചനമേകുന്ന ശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി, പരിശുദ്ധാത്മശക്തി. കരങ്ങൾ ഉയർത്തി നന്നായി സ്തുതിക്കുകയാണ്. ഓ കർത്താവായ ദൈവമേ, നാളുകളായി
ഓരോ മേഖലകളിൽ ജോലി തടസ്സം, വിവാഹ തടസ്സം, സ്ഥലവിൽപ്പനയ്ക്ക് തടസ്സം, വീട് ലഭിക്കുന്നില്ല, കർത്താവേ ഒന്നിനും ഉയർച്ച ഉണ്ടാകുന്നില്ല, സാമ്പത്തിക മേഖല തടസ്സം, പരീക്ഷയിൽ വിജയിക്കുന്നില്ല, ഇതുപോലെ നാളുകളായി തടസ്സങ്ങളിൽ കഷ്ടപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളോട് വ്യക്തികളോട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക, കണ്ടടിക്കുക, വിട്ടുതൽ പ്രാപിക്കുക. കൈകളടിച്ച് മരണത്തെ ജയിച്ചൊരു ശക്തി, ഉത്തിതനായവൻ ശക്തി, മരണത്തെ ജയിച്ചൊരു ശക്തി, ഉത്തിതനായവൻ ശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലകളിൽ കർത്താവേ വിടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെ കാണുകയാണ്, യുവജനങ്ങളെ കാണുകയാണ്, ബാലിക ബാലന്മാരുടെ മനസ്സിൽ കാണുന്നത് ആശീർവദിക്കുകയാണ്. കർത്താവായ ദൈവമേ, ഇവരുടെ കുടുംബത്തിലുള്ള രോഗപീഠകളും പൈശാചിക ബന്ധനങ്ങളും പ്രാർത്ഥന തടസ്സങ്ങളും നാളുകളെ കെട്ടുന്ന ദുർഭൂതങ്ങളോടും യേശുനാമത്തിൽ കൽപ്പിക്കുന്ന ഇവരെയും കുടുംബങ്ങളെ വിട്ടൊഴിഞ്ഞ് നിത്യാന്ത്യം ഇപ്പോൾ നിപ്പതിക്കുക. തടസ്സങ്ങൾ നീക്കുന്ന ശക്തി, രോഗങ്ങൾ നീക്കുന്ന ശക്തി, വ്യാധികൾ മാറ്റുന്ന ശക്തി, ജീവനേകുന്ന ശക്തി, ജീവാത്മാവിൻ ശക്തി, ജീവനേകുന്ന ശക്തി, ജീവാത്മാവിൻ ശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, വ്യക്തികൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ആരാധന ആരാധന ആരാധന, കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവെ ആവശ്യിക്കണം, വിശുദ്ധിയുടെ ആത്മാവെ ആവശ്യിക്കണം, കൊറവിയുടെ ആത്മാവെ ആവശ്യിക്കണം. മനസ്സുകൊണ്ട് നന്ദി പറയാം. ഓരോ കുടുംബങ്ങളിലും വ്യക്തിപരമായ അനുഭവങ്ങളിലും കർത്താവ് ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയാം, ഇടപെട്ടതിനെ ഓർത്ത് നന്ദി പറയാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവിന്റെ സന്നിധിയിൽ നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പാപത്തെ തോൽപ്പിക്കാൻ വാളെടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയമുള്ള സഹോദരങ്ങളെ, ബൈബിളിൽ പല സാഹചര്യങ്ങളിൽ വാളെടുക്കുന്നതിനെ കുറിച്ച്, വാൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഒക്കെയുള്ള പല വെളിപ്പെടുത്തലുകളുണ്ട്. പഴയ നിയമവും പുതിയ നിയമവും പല ആവർത്തി വായിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ പല രംഗങ്ങളും ഓർമ്മയിൽ വരാൻ സാധ്യതയുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാമത്തെ അധ്യായത്തിൻ്റെ 52-53 തിരുവചനങ്ങൾ. യേശു അവനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. എനിക്ക് എൻ്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും ഉടൻ തന്നെ അവിടുന്ന് എനിക്ക് തൻ്റെ ദൂതന്മാരുടെ 12-ലേറെ വ്യൂഹങ്ങളെ അയച്ചു തരികയില്ലെന്നും നീ വിചാരിക്കുന്നുവോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനം നമുക്കറിയാം. പ്രധാന പുരോഹിതന്റെ സേവകന്റെ ചെവി ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഛേദിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവനെ ശാസിക്കുകയാണ്, കർത്താവ് അവനെ തിരുത്തുകയാണ്. എനിക്ക് ദൈവത്തോട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ, പിതാവിനോട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ വ്യൂഹങ്ങൾ കടക്കുന്ന മാലാഖമാരെ അയച്ച് പിതാവ് ഇടപെടുകയില്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വാൾ അതിൻ്റെ ഉറയിൽ ഇടുക
എന്നാണ് കർത്താവ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അർത്ഥമെന്ന് പറയുന്നത് സഭയുടെ സമരായുധങ്ങളും ലോകത്തിൻ്റെ സമരായുധങ്ങളും രണ്ടും രണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൻ്റെ സമരായുധങ്ങൾ എടുത്തുകൊണ്ട് സഭയും സഭാമക്കളും മുന്നോട്ട് പോകുന്നത് ദൈവവചനപ്രകാരം നല്ലതല്ല എന്ന് പറയാൻ എനിക്കൊരു പ്രചോദനം കിട്ടുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയുടെ ഓരോ കാലഘട്ടങ്ങളിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായി കഴിഞ്ഞപ്പോൾ സഭയുടെ സമരായുധങ്ങളുണ്ട്. ഉപവാസം, ജാഗരണം, പ്രാർത്ഥനകൾ, ഒരുപാട് നീണ്ടു നിൽക്കുന്ന പല തരത്തിലുള്ള പ്രാർത്ഥന യജ്ഞങ്ങൾ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാണ് ഇടപെടേണ്ടത്. അതാണ് ഈശോ പറയുന്നത്, ഞാൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ എൻ്റെ അപേക്ഷ കേട്ട് സ്വർഗത്തിൽ നിന്ന് ദൈവം നേരിട്ട് ഇടപെടുകയില്ലേ എന്ന് വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പം അതിനകത്ത് നിന്ന് ഈ ഒരു വാൾ നമ്മൾ എടുക്കരുത് എന്നുള്ളത് വളരെ ക്ലിയറായി. എന്നാൽ ബൈബിളിൽ വളരെ ശക്തമായി നമ്മൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ചില വാളുകളെ കുറിച്ചുള്ള ചില സൂചനകളുണ്ട്. എഫേസസ് ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 17-ാമത്തെ തിരുവചനം, എഫേഷ്യൻസ് ചാപ്റ്റർ 6:17, രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു ആത്മീയ മനുഷ്യൻ എന്ന നിലയിൽ നമ്മളോട് സ്വർഗം ഈശോ പൗലോസ്ലീഹായിലൂടെ പറഞ്ഞിരിക്കുകയാണ്, ആത്മാവിന്റെ വാൾ എടുക്കണം. ആത്മാവിന്റെ വാളാണ് ദൈവവചനമാകുന്ന വാൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, പൗലോസ്ലീഹായുടെ വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിവിശുദ്ധ സ്ഥലത്ത് പോലും വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെ ഉള്ള ഒരു പടവെട്ടലാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. അത് വൈദികനാണെങ്കിലും, സിസ്റ്ററാണെങ്കിലും, അൽമായനാണെങ്കിലും, കുടുംബജീവൻ നയിക്കുന്നവനാണെങ്കിലും, ഏകസ്ഥനാണെങ്കിലും, യുവാവാണെങ്കിലും, യുവതിയാണെങ്കിലും, ബാലനാണെങ്കിലും, ബാലികയാണെങ്കിലും, ഓരോരുത്തർക്കും ഒരു പടവെട്ടലുണ്ട്. യുദ്ധത്തിനിറങ്ങുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, വാൾ കയ്യിലില്ലാതെ യുദ്ധത്തിനിറങ്ങുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് നോക്ക്. ശത്രുവിൻ്റെ വെട്ടേറ്റ് പടക്കളത്തിൽ മരിച്ചു വീഴും. അതുകൊണ്ട് പറയുകയാണ്, നമ്മുടെ ആത്മരക്ഷയ്ക്കുള്ള, നമ്മുടെ ആത്മാവ് എടുക്കേണ്ട ഒരു വാളാണ് വചനമാകുന്ന വാള്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. പാപത്തെ തോൽപ്പിക്കാൻ ചില ബൈബിളിൽ പറഞ്ഞ ചില വാളുകൾ നമ്മൾ എടുക്കണമെന്ന് സ്വർഗം നമ്മളവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ദൈവവചനമാകുന്ന, ഞാൻ ഓർക്കാണ്, വട്ടാലച്ചൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ലീഫ്ലെറ്റാണ് ദൈവവചനമാകുന്ന വാൾ എടുക്കുക. ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ നെറ്റിലൊക്കെ തപ്പി നോക്കി ചിലപ്പോൾ കിട്ടുമായിരിക്കും. ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ദൈവവചനം നമ്മുടെ ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാളായിട്ട് രൂപാന്തരപ്പെടും. യേശയ്യാ പ്രവചനത്തിൽ 2-ാമത്തെ അധ്യായത്തിലും ജോയൽ പ്രവചനത്തിലും ഉണ്ട്, നിങ്ങളുടെ കൊഴുവാക്കത്തിയായിട്ട് അല്ലെങ്കിൽ വാളായിട്ടൊക്കെ രൂപാന്തരപ്പെടുത്തുന്നതിനെ കുറിച്ച് ചില വചനങ്ങളുണ്ട്. അതായത് ദൈവവചനം നമ്മുടെ ആത്മാവിൽ നിറഞ്ഞൊരു വാളായിട്ട് രൂപാന്തരപ്പെടും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? പാപത്തിന്റെ ചിന്തകൾ പൊങ്ങി വരുമ്പോൾ വചനമുള്ളിലുണ്ടെങ്കിൽ ഈ പാപം വരുമ്പോൾ തന്നെ വചനമാകുന്ന വാള് ആ പാപത്തിന്റെ തല വെട്ടിക്കളയും. ഉദാഹരണം, ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ പരിശീലിച്ച ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഞാനൊരു വചനം കണ്ടു. അത് തിമോത്തിയോസ് ലേഖനത്തിലെ വചനമാണ്. എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക. പിന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സുവിശേഷകന്റെ ജോലി ചെയ്യണം, അതേപോലെ തന്നെ നിന്റെ ശുശ്രൂഷ നിർവഹിക്കണം, കഷ്ടതകൾ സഹിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ഈ ഒരു കാര്യം എന്നെ സ്പർശിച്ചു. കാരണം സമചിത്തത പാലിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കി, അത് ഒരു കൊട്ടേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കണം എന്ന് പറഞ്ഞാൽ സമചിത്തത പാലിക്കേണ്ടാത്ത ഒരു കാര്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ വചനം കൊണ്ട് പഠിച്ചു, എല്ലാ കാര്യങ്ങളും സമചിത്തത പാലിക്കുക, എല്ലാ കാര്യങ്ങളും സമചിത്തത പാലിക്കുക. ഈ വചനം പല പ്രാവശ്യം ആവർത്തിച്ച് പഠിച്ചു, ഹൃദയത്തിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചു, മരുന്ന് കഴിക്കുന്നത് പോലെ വചനത്തെ പല പ്രാവശ്യം ഇങ്ങനെ സ്വീകരിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ജീവിതത്തെ ശ്രദ്ധിച്ചു, സമചിത്തത നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ആ ദിവസങ്ങളിലുണ്ടായി.
പക്ഷെ പെട്ടെന്ന് ഈ വചനം അറിയാതെ ഇങ്ങോട്ട് കയറി വരും. എല്ലാ കാര്യങ്ങളും സമചിത്തത പാലിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ എന്തായി? സമചിത്തത തെറ്റി ഒരുപക്ഷെ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ശാന്തതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും സംസാരം ഉണ്ടാകുകയൊക്കെ ചെയ്യാമായിരുന്ന സാഹചര്യങ്ങളിൽ ഈ പാപത്തിന്റെ നാമ്പ് പൊങ്ങി വന്നപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, വചനം വാളായി രൂപാന്തരപ്പെട്ട് പാപത്തിന്റെ തല വെട്ടിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാപം നിങ്ങളെ നിരന്തരമായിട്ട് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പാപത്തിൽ നിന്ന് കയറിപ്പോരാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ, ഏത് ജീവിതാന്തസ്യപ്പെട്ട ആളാണെങ്കിലും ശരി, വചനത്തിൽ നിന്ന് ആ ഒരു പ്രത്യേക പാപത്തിന്റെ തല വെട്ടാൻ കഴിവുള്ള കൃപയുള്ള ചില പ്രത്യേക വചനങ്ങൾ കർത്താവ് ബൈബിളിൽ തന്നിട്ടുണ്ട്. ആ വചന ഹൃദയത്തിൽ സ്വീകരിച്ചാൽ, ആ വചനങ്ങൾ ദിവസം പല ഒരു ആവർത്തിച്ച് പറഞ്ഞാൽ, അത് ഉള്ളിൽ നിറഞ്ഞാൽ, ആത്മാവിൽ നിറഞ്ഞാൽ, അത് ആ പാപം ഉണ്ടാകുന്ന സമയത്ത് ഈ വചനം കയറി അറ്റാക്ക് ചെയ്തതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന് സൂചന നൽകുന്ന മറ്റൊരു വചനമാണ് ഹെബ്രായ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 12-ാം തിരുവചനം. ഹീബ്രൂസ് ചാപ്റ്റർ 4:12. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അടുത്ത വാക്യം, അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ഛേദനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് ദൈവത്തിന്റെ വചനം. അതെന്താ ചെയ്യുന്നത്? അത് ഹൃദയത്തിലും മജ്ജയിലും മാംസത്തിലൊക്കെ തുളച്ച് കയറിയിട്ട് ഹൃദയത്തിന്റെ വിചാരങ്ങളെയും ഇതിനെ കാര്യങ്ങളെ കൃത്യം വിവേചിച്ച് മനസ്സിലാക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ വചനമാകുന്ന വാള് കയറി നമ്മുടെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഹൃദയത്തിൽ നടക്കുന്ന ഓരോ ചിന്താ മണ്ഡലങ്ങളിലുമുള്ള ഓരോ തരത്തിലുള്ള പാപത്തിന്റെ പ്രവണതകൾ വിവേചിക്കും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ തീരുമാനം എടുക്കണം. ആ സ്ഥലം മേടിക്കണം, ഈ സ്ഥലം മേടിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ആ വീട് മേടിക്കണം, ഈ വീട് മേടിക്കണം. വേറൊരു ഉദാഹരണം. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് തവണ തീരുമാനം എടുക്കേണ്ടി വരും. അങ്ങനെ തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഉള്ളിലുണ്ടെങ്കിൽ ഏതാണ് നല്ലത്, ഏതാണ് മോശം, ഏതാണ് വേണ്ടത്, ഏതാണ് വേണ്ടാത്തത് എന്ന് തീരുമാനമെടുക്കാൻ, വിവേചിച്ച് മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ വചനം നമ്മളെ ശക്തിപ്പെടുത്തും. ഈ വചനമാകുന്ന വാളുണ്ടെങ്കിൽ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. ആവശ്യമില്ലാത്ത അപ്പം തന്നെ മുറിച്ച് കളയും, ആവശ്യമുള്ളത് എടുക്കുകയും ചെയ്യും. എസെക്കിയേൽ പ്രവചനത്തിൽ 44-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് പുരോഹിതനോട് ദേവാലയത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകളെ സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങളുടെ മധ്യത്തിൽ പ്രവാചകനിലൂടെ കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അവർ എൻ്റെ ജനത്തെ പഠിപ്പിക്കുകയും എപ്രകാരമാണ് അത് വേർതിരിച്ചറിയേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പുരോഹിതനോട് പറയുകയാണ്, എന്താ ചെയ്യേണ്ടത്? വിശുദ്ധവും വിശുദ്ധവും അല്ലാത്ത തമ്മിലുള്ള വ്യത്യാസം വചനപ്രകാരം ജനത്തെ പഠിപ്പിക്കണം. എന്നിട്ട് ഇതെങ്ങനെയാണ് വേർതിരിച്ച് എടുക്കേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ പുരോഹിതന് മാത്രം ധർമ്മമല്ല, മാമോദീസായിലൂടെ പൗരോഹിത്യത്തിൻ്റെ ഒരു കൃപ സ്വീകരിച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും നമ്മുടെ മക്കളെയും ചുറ്റുമുള്ളവരെയും ഇങ്ങനെ വചനം പറഞ്ഞു കൊടുത്ത് ജീവിതത്തിൽ തീരുമാനമെടുക്കുന്ന സാഹചര്യം വരുമ്പോൾ, മക്കളെ ദൂരസ്ഥലത്തേക്ക് പഠിക്കാൻ വിട്ടു, ജോലിക്ക് വിട്ടു, പലതരത്തിലുള്ള തീരുമാനമെടുക്കേണ്ട ഒരുപാട് സാഹചര്യം വരും. അവർ വിവാഹത്തിൻ്റെ കാര്യത്തിൽ അവർ തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങൾ വരും. അങ്ങനെ സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും വേർതിരിച്ച് യഥാവിധം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപപ്രകാരമുള്ള തീരുമാനം എടുക്കാൻ അവർക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തെ ചെറുത്ത് തോൽപ്പിക്കാനും ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാത്താൻ നമ്മളെ കബളിപ്പിക്കുമ്പോഴും ഈ ദൈവവചനമാകുന്ന വാളെടുത്താൽ ബാക്കിയെല്ലാം അത് കട്ടി കളയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു ആമുഖമായി പറഞ്ഞുകൊണ്ട് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ബൈബിളിൽ സൂചനയുള്ള ഒരു വാളിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 18-ാം തിരുവചനം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 28:18. വാൾ തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്, നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ വചനം വായിച്ച ശേഷം കുറേ നേരം ഇരുന്ന് ചിന്തിച്ചു, എന്തൊരു വചനമാണ് സഹോദരങ്ങളെ. നിങ്ങളെ വചനത്തിലേക്ക് ഒന്നുകൂടെ നോക്കിയേ. വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്, എന്നാൽ
നാവുകൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഭൂമി ഉണ്ടായതിനു ശേഷം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന യുദ്ധങ്ങൾ, എന്തുമാത്രം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, എണ്ണമറ്റ വിധം. രാജ്യങ്ങൾ തമ്മിൽ, ഗോത്രങ്ങൾ തമ്മിൽ, മനുഷ്യർ തമ്മിൽ ഒരു അയൽക്കാർ, ഒരുപാട് തരത്തിൽ യുദ്ധം, എത്ര യുദ്ധങ്ങൾ ലോകത്തിൽ ഇന്നേ വരെ നടന്നിട്ടുണ്ട്. ആ യുദ്ധങ്ങളിൽ വാളിൻ്റെ വെട്ടേറ്റു വീണ് മരിച്ച മനുഷ്യരെക്കാൾ കൂടുതലാണ് നാവിൻ്റെ വെട്ടേറ്റു വീണ മനുഷ്യർ. Praise the Lord. Praise the Lord. കുടുംബങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നാവ് കൊണ്ട് വെട്ടി വീഴ്ത്തുക, കമ്മ്യൂണിറ്റികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നാവ് കൊണ്ട് വെട്ടി വീഴ്ത്തുക, ഫേസ്ബുക്കിലും പലതരങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും നാവ് കൊണ്ട് വെട്ടി വീഴ്ത്തുക. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു വലിയ അപകടകരമായ വാളാണ് നമ്മുടെ നാവാകുന്ന വാള്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എത്രയോ പേര് നമ്മളെ വെട്ടി വീഴ്ത്തി എന്നുള്ളതിൻ്റെ വേദന മനസ്സിൽ കിടക്കുന്നില്ലേ? ചിന്തിച്ചു നോക്ക്. എത്രയോ പ്രാവശ്യം നാവിൻ്റെ വെട്ടേറ്റ് വേദനിച്ച് കരഞ്ഞവരുണ്ട് ഇതിനകത്തിരിക്കുന്നതിൽ. Praise the Lord. Praise the Lord. അതേസമയം മറുവശം കൊണ്ട് ചിന്തിക്കണം, എത്രയോ പ്രാവശ്യം നമ്മൾ ഇതേപോലെ നാവ് കൊണ്ട് അനേകരെ വെട്ടി വീഴ്ത്തിയിട്ടുണ്ട് എന്നും കൂടെ ഒരു ആത്മശോധന ചെയ്യണം എൻ്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ മറ്റൊരു വാൾ നമ്മൾ എടുക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, വചനമാകുന്ന വാൾ എടുക്കണം, പാപത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ ദൈവത്തിൻ്റെ തീരുമാനം മനസ്സിലാക്കാൻ. അതേപോലെ തന്നെ ഈ നാവ് വളരെ അപകടകാരിയായ ഒരു വാളായതുകൊണ്ട് തന്നെ മറ്റൊരു വാൾ എടുക്കാൻ വിശുദ്ധരുടെ കർത്താവിൻ്റെ ആത്മ വെളിപ്പെടുത്തുന്നുണ്ട്. അത് വിശുദ്ധ ഫൗസ്തീന ഡയറിയിലാണ് നമ്മൾ കാണുന്നത്. വിശുദ്ധ ഫൗസ്തീന ഡയറിയിൽ 477 കണ്ണിക. ആത്മീയ യുദ്ധത്തിൽ നിശബ്ദത ഒരു വാളാണ്. വായാടിയായ ആത്മാവ് ഒരിക്കലും വിശുദ്ധി പ്രാപിക്കുകയില്ല. ആത്മാവിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നതെല്ലാം നിശബ്ദതയുടെ വാൾ വേർപെടുത്തി കളയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇതൊരു ആത്മീയ യുദ്ധമാണ്. ഞാനത് ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞു. അതിവിശുദ്ധ സ്ഥലത്ത് പോലും വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെ ഒരു നേരിട്ട് കാണുന്നില്ലെങ്കിൽ ഒരു ആത്മീയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യുദ്ധത്തിൽ നിശബ്ദത എന്ന് പറയുന്ന ഒരു വാള് നമുക്ക് വേണം. നിശബ്ദത ഒരു വാളാണ്. ഫൗസ്തീനയുടെ ഈശോ വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയാണ്, വായാടിയായ ആത്മാ ഒരിക്കലും വിശുദ്ധി പ്രാപിക്കുകയല്ല. Praise the Lord. Praise the Lord. ചിലപ്പോൾ പറയല്ലേ, നീ വായൊന്ന് അടയ്ക്കാവോ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചോദിക്കും. എന്ന് പറഞ്ഞ പോലെ വായാടിയായ ആത്മാ ഒരിക്കലും വിശുദ്ധി പ്രാപിക്കുകയല്ല. എന്നാൽ നിശബ്ദതയാകുന്ന വാള് കൈവശമുള്ള വ്യക്തിയാണെങ്കിൽ ആത്മാവിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നതെല്ലാം നിശബ്ദതയുടെ വാൾ വേർപെടുത്തി കളയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് ജീവിതത്തിൽ കുറച്ച് നിശബ്ദത പാലിക്കാൻ നമ്മൾ പഠിക്കണം. തെറ്റിദ്ധരിക്കരുത്. തിന്മ കാണുമ്പോൾ ശബ്ദമുയർത്താതിരിക്കാനല്ല ഞാൻ പറയുന്നത്. പ്രതികരിക്കേണ്ട സമയത്ത് ക്രൈസ്തവമായ രീതിയിൽ പ്രതികരിക്കാതിരിക്കാനുമല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുറച്ച് സമയം നിശബ്ദത പാലിക്കുന്ന ഒരു ശീലം വന്നാൽ സംഭവിക്കുന്ന കാര്യം, നമ്മുടെ ആത്മാവിൽ പറ്റിപ്പിടിച്ചിരുന്ന ഒരുപാട് തിന്മകളുണ്ട്, നമ്മൾ അറിയാത്ത ഒരുപാട് പാപപ്രവണതകളുണ്ട്. അത് എൻ്റെ സഹോദരങ്ങളെ, അത് ഈ നിശബ്ദതയാകുന്ന വാൾ ഇങ്ങനെ മാറ്റിക്കളഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പക്ഷേ ഈ വചനം കേൾക്കുന്ന വൈദികര്, ഈ വചനം കേൾക്കുന്ന സമർപ്പിതര്, ഈ വചനം കേൾക്കുന്ന സെമിനാരിക്കാര്, അവർക്കെല്ലാം അറിയാം. എന്ന് പറഞ്ഞാൽ ശരിക്കും ഫോർമേഷൻ കാലഘട്ടത്തിൽ കുറച്ച് നിശബ്ദതയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കും. രാത്രി അല്ലെങ്കിൽ നിശബ്ദത അല്ലെങ്കിൽ സൈലൻസ് കീപ്പ് ചെയ്യേണ്ട പകൽ സമയങ്ങൾ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആത്മാവിൻ്റെ ഒരു ശുദ്ധീകരണം നടക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് തൊട്ട് താഴെ പറയുന്നത് ഇങ്ങനെയാണ്, നിശബ്ദത പാലിക്കുന്നുവെങ്കിൽ ഒരു ശത്രുവും അതിനെ ഉപദ്രവിക്കുകയില്ല. നിശബ്ദനായ ആത്മാവ് ദൈവവുമായി ഗാഢബന്ധം പ്രാപിക്കുന്നു. അത് എപ്പോഴും തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നു. ദൈവം നിശബ്ദയായ ആത്മാവിൽ ഒരു തടസ്സവും കൂടാതെ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. 4 കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. നിശബ്ദത ശരിക്കും പാലിക്കാൻ വേണ്ടി തുടങ്ങിയാൽ ഒന്നാമത്തേത്, ഒരു ശത്രു അവനെ ഉപദ്രവിക്കുകയല്ല. ശത്രു എന്ന് പറഞ്ഞാൽ പിശാചാണ്. എന്ന് പറഞ്ഞാൽ നിശബ്ദത പാലിക്കാൻ വേണ്ടി തുടങ്ങിയാൽ ഒരുപാട് പാപം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകും. രണ്ടാമത്തെ മെച്ചം വചനം വെളിപ്പെടുത്തുകയാണ്, ദൈവവുമായി ഗാഢബന്ധം പ്രാപിക്കുന്നു.
2 ദൈവവുമായി ഗാഢബന്ധം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴും ഇങ്ങനെ സംസാരം, എപ്പോഴും ഒരു കാര്യത്തിലും ഒന്നെങ്കിൽ പാട്ട് കേട്ടു, അല്ലെങ്കിൽ TV കണ്ട്, അത് കണ്ട്, ഇത് കൊണ്ട്, അല്ലെങ്കിൽ ആരോടെങ്കിലും ചാറ്റിങ് നടത്തി, ഇങ്ങനെ എൻ്റെ സഹോദരങ്ങൾ 1 മിനിറ്റ് പോലും ഒന്ന് നിശബ്ദമായിരിക്കാൻ പറ്റാതെ പോയാൽ എങ്ങനെയാണ് ദൈവമായി ബന്ധം സ്ഥാപിക്കാൻ പറ്റുക? 3-ാമത്തെ ബ്ലെസ്സിംഗ് പറയാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കാൻ വേണ്ടി തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒരു നിശബ്ദത വേണം, ഒരു ആന്തരിക നിശബ്ദത വേണം. ഉദാഹരണം പറഞ്ഞാൽ, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ മറ്റൊരാൾ പറഞ്ഞ് എങ്ങനെയാണ് കേൾക്കാൻ പറ്റുന്നത്? 4-ാമത്തെ കാര്യം പറയാണ്, അങ്ങനെ നിശബ്ദതയുള്ള ഒരു ആത്മാവിൽ ഒരു തടസ്സവും കൂടാതെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ജെറമിയ പ്രവചനത്തിൽ 15:19 വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, വിലകെട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങൾ, വിലകെട്ട കാര്യങ്ങൾ, വ്യർത്ഥ സംഭാഷണങ്ങൾ കുറച്ചൊന്ന് അവസാനിപ്പിച്ച് ഒരു ശാന്തതയിലേക്ക് വന്നാൽ ദൈവത്തിൻ്റെ നാവ് പോലെയായിട്ട് രൂപാന്തരപ്പെടും. അവിടെ അനേകരെ വെട്ടി നശിപ്പിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെയോ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് യാക്കോബ് ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 2-ാം തിരുവചനം, നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു, എന്നാൽ സംസാരത്തെ തെറ്റ് വരുത്താത്ത ഏവനും പൂർണ്ണനാണ്. ഹല്ലേലൂയ. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. അതുകൊണ്ട് ഈ ശരീരത്തിലുള്ള ഒരുപാട് ജഡിക പാപ സ്വഭാവ പ്രവണതകൾ നമ്മുടെ ജീവിതത്തിൽ വിട്ടുപോകാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിശബ്ദത പാലിക്കാൻ വേണ്ടി തുടങ്ങാന്നുള്ള, സംസാരം ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ്. എന്ന് വിചാരിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായി എന്നാൽ പിന്നെ 2 ദിവസം സംസാരിക്കാണ്ടിരിക്കുക, അതല്ല ഉദ്ദേശിക്കുന്നത്. പറയുന്ന വചനത്തെ അതിൻ്റെ ഒരു സെൻസിലെടുക്കണം. ഇത് ദൈവവുമായിട്ടൊരു ബന്ധത്തിലുള്ള ഒരു ആന്തരിക നിശബ്ദതയാണ്. വൈകാരികമായ പ്രക്ഷോഭങ്ങളൊക്കെ മാറി നല്ല കൃപയിൽ ദൈവം ഒരു ബന്ധം വരുന്നൊരു അവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പാപത്തെ ചെറുക്കാൻ വേണ്ടി എൻ്റെ സഹോദരങ്ങളെ, വചനമാകുന്ന വാളെടുക്കുക, നിശബ്ദതയാകുന്ന വാളെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സജീവനായ കർത്താവിൻ്റെ മുൻപിൽ കൂപ്പുകരങ്ങളോടെ ഭയഭക്തി ബഹുമാനത്തോടെ നമുക്കായിരിക്കാം. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് എത്രയോ തവണകളിലാണ് പിതാവിനോട് നല്ല നിശബ്ദതയിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നത്, പിതാവിൻ്റെ സ്വരം ശ്രവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ തിരക്കുകളിൽ നിന്നെല്ലാം മാറി ഒരു കുറച്ച് സമയം നല്ല നിശബ്ദതയിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ തക്കവ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നിശബ്ദമായ ആത്മാവിനോട് കർത്താവ് സംസാരിക്കാം. ഒരുപക്ഷെ നമ്മുടെ ആന്തരിക നിശബ്ദത, സെൽഫ് ടോക്കുകളെല്ലാം മാറി നല്ല നിശബ്ദത വരുന്നൊരു ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം വന്നെന്നറിയും, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ഇടവരും. ഫൗസ്തീനയുടെ കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്, അസ്വസ്ഥമായ ആത്മാവിനോട് കർത്താവ് സംസാരിക്കുകയില്ല. കരങ്ങൾ കൂപ്പി, ദൈവമേ ഈ ഒരു കൃപ എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് ചൊരിയണമേ. വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയാൻ ഇടവരട്ടെ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ഇടവരട്ടെ. ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെ കർത്താവ് സ്പർശിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവവചനമേ നീർപ്രവാഹമാ ഒഴുകി വന്നിടൂ ഹൃത്തടങ്ങളിൽ. ദൈവവചനമേ നീർപ്രവാഹമാ ഒഴുകി വന്നിടൂ ഹൃത്തടങ്ങളിൽ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.